ഹലോ ഫ്രണ്ട്സ്, ഇതുപോലത്തെ സ്പീക്കർ എങ്ങനെ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഒരു 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ് കേബിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ഫോണിൻ്റെ സാധനം കട്ട് ചെയ്തെടുത്ത വയറാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ബോർഡിന് 5 വോൾട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ചാർജറിൻ്റെ കേബിൾ കട്ട് ചെയ്തെടുക്കും. ഈ ചാർജറിൻ്റെ കേബിൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 5 വയർ വരും. 5 വയർ നമുക്ക് ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഫേസ് ന്യൂട്രൽ മതി. അത് റെഡും ബ്ലാക്കും നമുക്ക് എടുത്താൽ മതി, ഓക്കെ, നമുക്ക് ആവശ്യമില്ല. സോ അങ്ങനെ ചാർജിങ് കേബിളിൻ്റെ ഫേസ് ന്യൂട്രൽ എടുക്കുക. പിന്നെ നമ്മുടെ ഈ ഹെഡ്ഫോണിൻ്റെ വയർ വരുമ്പോൾ ഇതിൽ മൊത്തത്തിൽ 4 വയർ വരും. ഈ 4 വയറിൽ ഒരെണ്ണം ലെഫ്റ്റ്, ഒരെണ്ണം റൈറ്റും, ബാക്കി 2 എണ്ണം വരുന്നത് ഗ്രൗണ്ടും ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ കാണിക്കുന്ന ഗോൾഡാണ് ഗ്രൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ഗോൾഡ് കൂടെ ഒന്ന്, ഇതിലും ഗോൾഡ് തന്നെ ആയിരിക്കും, ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. സോ അപ്പോൾ നമുക്ക് ഈ 2 ഗ്രൗണ്ട് വയറോടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രൗണ്ടും കിട്ടി, ലെഫ്റ്റും റൈറ്റും കിട്ടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ബോർഡിൽ കണക്ട് ചെയ്യാം. ഇതാണ് എൻ്റെ കണക്ഷൻ ഡയഗ്രാം. മേളിൽ സ്പീക്കർ കണക്ട് ചെയ്യുക, താഴെ ലെഫ്റ്റിൽ ഓക്സ് കേബിളിൻ്റെ ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും കണക്ട് ചെയ്യുക, നടുക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യുക, അപ്പുറം ഇപ്പുറം ലെഫ്റ്റ് റൈറ്റും കണക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ 5 വോൾട്ട് DC കണക്ട് ചെയ്യുക. ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് 5 വോൾട്ടിൻ്റെ ഔട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിന് പവർ സപ്ലൈ കൊടുക്കാം. ഓക്കെ, പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ വയറൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓക്സ് കേബിൾ, നടുക്കാണ് ഗ്രൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓക്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം. സ്പീക്കർ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഇത് വേണമെങ്കിൽ ഒരു 3 മുതൽ 5 വോൾട്ട് വരെയുള്ള ഔട്ട്പുട്ട് പവർ സപ്ലൈ കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതിനകത്തൊരു 5 വോൾട്ടിൻ്റെയോ ഒരു 3.7 വോൾട്ടിൻ്റെ ഒക്കെ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഒരു ചിലവേ ആവുന്നുള്ളൂ. അതായത് ഈ ഒരു ബോർഡ് വാങ്ങിക്കാനുള്ള ചിലവ് മാത്രമേ ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.